50 രൂപ. ഇതിലെല്ലാത്തിനും ഫില്ലായില്ലല്ലോ ഗോൾഡ് കടി കൊടുക്കും. ഇതൊന്ന് ഇറക്കിയ കൈ ഇറക്കി നോക്കി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. തൃശ്ശൂർ തളിക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. തളിക്കുളം സ്നേഹതീരം പാർക്കുണ്ട്. സ്നേഹതീരം ബീച്ചും സ്നേഹതീരം പാർക്ക്, അതുപോലെ തമ്പാങ്കടവ്, അങ്ങനെ കുറേ അധികം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണ് തളിക്കുളം എന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹതീരം പാർക്കിൻ്റെ അവിടെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരുപാട് കാലമായിട്ടുള്ള ഒരു സുഹൃത്താണ് ഷാസിന് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഷാസിൻ്റെ കൂടെയാണ് ഈ ഒരു വ്ളോഗ് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകണല്ലേ. സ്നേഹതീരം പാർക്ക് ഇതിന് മുന്നേ ഞാൻ 1-2 വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് പാർക്ക്. പിന്നെ അവിടെ നിന്ന് കുറച്ചുകൂടി പോയിട്ട് വേണം സ്നേഹതീരം ബീച്ചില്ലേ, ബീച്ച് പോകാനായിട്ട്. ബീച്ച് തന്നെ. അപ്പൊ നീ വേറെ പറഞ്ഞതോ? വാടാനപ്പള്ളി ബീച്ച്. നമുക്ക് ഇവിടെ നേരെ പോവാം. പിന്നെ തമ്പാങ്കടവ് ഭാഗത്ത് ഇവിടെയാണല്ലേ. ചിലങ്ക. പിന്നെ എന്തെങ്കിലും പറയാട്ടോ? ഇവിടെ അധികം ആൾക്കാർ അങ്ങനെ ഇറങ്ങും. കടൽ ഭിത്തി കാരണം കുളിക്കാനൊന്നും പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. പിന്നെ എവിടെ മെയിൻ ആയിട്ട് ഇറങ്ങാം? ഈ വഴി നല്ല ഭംഗിയാണ് കാണാൻ. വഴി നല്ല രസമാണ്. ഇത്തിരി കുറച്ചുകൂടെ പോയിട്ടുണ്ടെങ്കിൽ കടലിനോട് ഇത്തിരി കൂടി ചേർന്ന് വരും. അവിടെ വണ്ടിയൊക്കെ ഇടാൻ നല്ല സൗകര്യമാണ്, ഇരിക്കാനും നല്ല രസമുണ്ട്. പിന്നെ ഇന്ന് ഞായറാഴ്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ ഇന്ന് ഞാനും ഷാസിനും കൂടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ റൂട്ട് ഞാൻ അങ്ങനെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. ഒരുപാട് വട്ടം വന്നിട്ടുണ്ട്, വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ എന്തായാലും ഫുള്ളൊന്ന് കറങ്ങി കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഇന്ന് സൺഡേ ആണ്. അപ്പൊ അതെ കുറെ ആളുകളൊക്കെ സൺഡേ ഇതുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വണ്ടിയോടെ സൈഡാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. അവിടെ ഉള്ളിൽ പാർക്കുണ്ട്. പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വെച്ചെങ്കിൽ ടിക്കറ്റ് ഒക്കെ എടുക്കണം അല്ലേ. ഒരു 10-20 രൂപയാണെന്ന് തോന്നുന്നു. കുട്ടികളുടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് അവിടെ വോക്ക് വേ പോലെ അല്ലേ, കടലിനോട് ചേർത്ത് ഭിത്തിയുടെ മുകളിൽ കൂടെ ഒക്കെ നടന്ന് നമുക്ക് കാറ്റൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നേരെ തമ്പാങ്കടവ് ഭാഗം ഞാൻ ഒരുപാട് പോകണമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒരുപാട് റീലുകളൊക്കെ നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും, തമ്പാങ്കടവ് ബീച്ച് ആ ഒരു ഏരിയ ഒക്കെ. അപ്പം അതൊന്നും ഇതുവരെ ഞാനത് നേരിൽ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പം നല്ല ഭംഗി ഉണ്ടാവും വിചാരിക്കുന്നു അല്ലേ. എന്താണ് ഹിറ്റാച്ചി ഒക്കെ ഇട്ടിട്ട് അവിടെ വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ പാലം പുതിയത് പണിത്, ആദ്യം ഉണ്ടായത് തകർന്നിട്ട് പുതിയത് പണിത്. പിന്നെ ഫുള്ള് ഇങ്ങനെ തെങ്ങൊക്കെ നിൽക്കണേ നല്ല ഭംഗിയാ. അതിനോട് ചെരിഞ്ഞിട്ട് തെങ്ങുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ നല്ല രസമുണ്ട്. അതാണ് എല്ലാവരും ഏത് റീൽസ് ഇട്ടാലും വൈറലാവുന്നൊക്കെ. വീഡിയോ എടുക്കാൻ പ്രത്യേകം ചാർജ് ഉണ്ടോ? എൻട്രൻസിന്റെ കവാടം, സോറി എൻട്രൻസ് കവാടം. നമ്മൾ ഇവിടേക്ക് കയറുമ്പം പാസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 10 രൂപ വെച്ചിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു ഇത് എടുക്കണം. അപ്പോൾ ഇത് എടുത്തിട്ട് വേണം ഈ ഒരു ഏരിയയിലേക്ക് ഇങ്ങനെ കിടക്കാനും ഇവിടേക്ക് ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കും ഇത് മതി അല്ല, ഈ പാർക്കിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് ഈ തന്നെ കാണിച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെ പണിതത് സ്റ്റാർട്ട് ചെയ്തത് 2000 വിപുലീകരിച്ചതല്ലേ. ഏത് വർഷമായിരുന്നു? 2008 കേട്ടോ അത് ഇതുപോലുള്ള ഒരു സെറ്റപ്പിൽ ആക്കിയെടുത്തത്. നല്ല രസമുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കാണാനായിട്ട്. അവിടെ കയറി കിട്ടിയേക്ക് അന്നൊക്കെ ഇങ്ങനെ കിടക്കായിരുന്നു. കിടക്കാൻ പറ്റില്ല. ആറ്റം മുതലേ ആറ്റം വരെ ഈ കല്ലിട്ടുണ്ട് കേട്ടോ. അതെല്ലായിടത്തും നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്. അങ്ങോട്ടൊന്നാണ് നോക്കിയാലോ. ഫോൺ എടുക്കണോ? വീഡിയോ എടുക്കാം. പാർക്കിൻ്റെ ഉള്ളിൽ കയറണം. എന്തായാലും ടിക്കറ്റ് ഉണ്ടല്ലോ, കുഴപ്പമില്ല. ഒന്ന് കയറിയിട്ട് അതറിയാം.
സേഫ് അല്ല കേട്ടോ. കണ്ടോ കടല് അത്ര ഇതല്ല. അങ്ങനെ ഇറങ്ങില്ല. തമിഴ് പിന്നെ അവിടെ കല്ലില്ല. തമിഴന്മാർക്ക് ഒരുപാട് വരുന്നുണ്ട്. ആ പക്ഷെ ഇങ്ങോട്ട് കയറാനുള്ള വഴിയൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് കയറാൻ ഇങ്ങോട്ടേക്ക് ഇതുകൊണ്ട് മതിയല്ലേ. ആ അവിടെ വണ്ടി വെച്ചിട്ട് കുറേ ഇങ്ങനെ കയറും. പക്ഷെ എന്താ ഇവിടെ ആടുകൾക്ക് കടലിലേക്ക് ഇറങ്ങണം വെച്ചെങ്കിൽ ഇതേ ഈ ഒരു സൈഡിലൊക്കെ ഇറങ്ങാട്ടോ. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ. അപ്പം ഇങ്ങനെ വന്നിട്ട് അവർ അങ്ങനെ ഇറങ്ങിയാലോ? കുറച്ച് നാളായിട്ടുള്ള ഇങ്ങനെ കിടക്കണേന്ന് പൈസ ഇല്ല 2 വർഷം മുന്നേ ഉണ്ട്. കിട്ടണതെങ്കിലും കിട്ടട്ടെ. ഇവിടെ അപകട മുന്നറിയിപ്പ് മേഖല മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറങ്ങുന്നത് സേഫ് അല്ല. ഇവിടെ ഈ അടുത്ത് ഒരാൾ ഇതുപോലെ ഇവിടെ ഇറങ്ങിയിട്ട് മരണപ്പെട്ടിട്ടെന്ന് പറഞ്ഞത്. നമ്മുടെ പുലിമുട്ടല്ലേ കാണുന്നത്. ഇതെന്താ ഇതിൻ്റെ ഒക്കെ പ്രത്യേകത? ഇവിടെ എന്ത് കടൽ ക്ഷോഭം ശക്തമായതിനാൽ കല്ലിൽ കയറുന്നത് അപകടമാണ്. ഇവിടെ ബോട്ടിംഗ് ഉണ്ടോ? അവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടല്ലോ കനോലിയില്. നീ അവിടെ പോയിട്ടുണ്ടോ? പിന്നെ കണ്ടൽക്കാടിന്റെ ഇടയിൽ കൂടെ ഉണ്ട്. അതെനിക്കറിയാം. അത് ഞാൻ അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പകുതിയുള്ളൂ. ഇവിടുന്ന് പൊളിച്ചതാന്ന് തോന്നുന്നു ഉണ്ടാക്കിയത്. അത് കുരങ്ങന്റെ മുഖം വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കണം. ഇതിനുള്ളിലൊന്നും ജസ്റ്റ് കയറി വേഗം റൗണ്ട് വെച്ചിട്ട് വരാം. ഗുഹ കയറിയിട്ട് വരാം. എന്താ സംഗതി ഇത് ശരിക്കും? നല്ല എക്കോ ഉണ്ടല്ലേ? അതെ അല്ലേ. ഇത് ടോയ് ട്രെയിനാണോ? വെറുതെ ഇരിക്കാനാണോ അത്? അല്ല അല്ലേ, റൈഡ് ചെയ്യാമെന്ന് തോന്നുന്നില്ല ഇതിൽ കയറി കഴിഞ്ഞു. അതെ. എത്രയാണ് ചാർജ്? എത്രയായിരുന്നു? 50 രൂപ. ഇതിലെല്ലാത്തിനും ഫില്ലായില്ലല്ലേ പോകുള്ളൂ? ഒരാളായാലും പോകും. കയറി നോക്കുന്ന ഈ കയറുന്ന എനിക്കറിയാം. ഒരാളായാലും ഈ വണ്ടി പോകട്ടെ. നല്ല രസമുണ്ട്. നല്ല ഊട്ടിയിലൊക്കെ അല്ലേ ഇങ്ങനത്തെ വണ്ടി കാണുള്ളൂ. ഞാനിതിനെ പറയണ ഈ വൈറ്റും റെഡൊക്കെ സോറി കോയി ഫിഷ്. KOI ഫിഷ്. ഒരു കടി കൊടുക്കൂ. നീ ഒന്ന് ഇറക്കി കൈ ഇറക്കി നോക്കി. സ്നേഹം ഉണ്ടെന്ന് നോക്കട്ടെ. സ്നേഹമല്ല മീനുകൾ പോഷണ പദാർത്ഥങ്ങൾ കൊടുക്കരുതെന്നാണ്. പേടിയുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് വന്നിരിക്കണല്ലേ. ഇതെന്ത് ഇരുന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ ചെറിയൊരു ഇതേപോലെ ചുറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് ടാങ്ക്. അതിൽ നിറയെ ഇതുപോലത്തെ ഫിഷുകളുണ്ട് കേട്ടോ. കോയി ഫിഷ്. അപ്പോൾ ഇവിടെ ഈ ചിൽഡ്രൻസ് പാർക്കൊക്കെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. ടാങ്കാണല്ലേ. ഇത് ഓർണമെന്റൽ ഷാർക്ക് അല്ലേ? നിങ്ങൾ പറയില്ലേ ഓർണമെന്റൽ? ഈ ഷാർക്ക് എന്ന് പറയുമ്പോൾ വലിയ ഷാർക്ക് അല്ലേ വരിക? ഓർണമെന്റൽ ആ ഒരു വകുപ്പിൽ പെടുന്നതാണ് കേട്ടോ. കണ്ടോ ഷാർക്ക്? ഏത് സക്കർ? അതാ. പിള്ളേരുടെ കുഞ്ഞ് ബോട്ടിങ് ഒക്കെ കേട്ടോ. നല്ല രസമുണ്ടല്ലേ? ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കൈ കൊണ്ട് നമ്മൾ തിരിക്കണമല്ലേ? ഏട് തിരിക്കുമ്പോൾ ചക്രതാവും. മാനുവൽ ബോട്ടിംഗ് എന്നൊക്കെ പറയില്ല. ഇതാണ് മാനുവൽ ബോട്ടിങ്. നമ്മൾ ആ പെഡൽ ബോട്ടില്ലേ കാലുകൊണ്ട് പെഡൽ, ഇത് കൈകൊണ്ട്. അപ്പോൾ കൈ കൊണ്ടാക്കണതിന് എന്താ പറയുക? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എൻ്റെ വരും. ഉത്തരം തരണോ? പിന്നെ ട്രംബോലൈൻ അല്ല അത് ചാടുന്നത്? ട്രംബോലൈൻ എന്ന് പറയുന്നത്. പ്രായപരിധി ഒക്കെ ഉണ്ട്. നീ ചെന്ന് കഴിഞ്ഞാൽ അതിതാവും. ചെറിയ പിള്ളേർക്കുള്ളതാ. അപ്പം ഇതിങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ നടക്കാം. ചെറിയ വക്വേ ഉണ്ട്.
ഇതിനപ്പുറത്തേക്ക് കിടക്കാൻ പറ്റില്ല കേട്ടോ. ഇവിടുന്ന് ഇതേ അവിടെയും ബീച്ചുണ്ട്. ഇതേ അവിടുന്ന് ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇവിടെ അതിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഐ ലവ് സ്നേഹതീരം. ലവൊക്കെ പോയി, ലവ് നിലത്ത് എടുക്കുകയാണ്. തീരത്തിൻ്റെ അച്ചും ലവൊക്കെ പോയി, ഐ ലവ് സ്നേഹതീരമൊക്കെ പോയിട്ടോ. ഇത് കറക്റ്റ് ചെയ്യണം. ഇവിടുത്തെ മേലധികാരികളുണ്ടെങ്കിൽ ഇത് ശരിയാക്കേണ്ടതാണ്. വീഡിയോയിൽ പകുതി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കണ്ടോ, ഒരു ശംഖ് പോലെ ഉണ്ടാക്കി വെച്ചേക്കണേ കണ്ടോ. അവിടെയാണ് മെയിൻ ബീച്ച്. ആളുകളെന്ന് പറയും കേട്ടോ. അവിടെ കുറേ ആൾക്കാരാണ്. എവിടെ? അവിടെയാണല്ലേ. ആ അപ്പോൾ ഇവിടെയാണ് ആളുകൾ മെയിനായിട്ട് ഇറങ്ങാറ്. എനിക്ക് തോന്നി അവിടെ ഇറങ്ങാറില്ല. അവിടെ ഇറങ്ങാറ് ശരിയല്ല. അവിടെ കല്ലൊക്കെ ഇട്ട് കാരണം അതുകൊണ്ടാണ് അവിടെ ഇറങ്ങാൻ പാടില്ലാത്തത്. പക്ഷെ കല്ലൊക്കെ പോയോണ്ട് ആളുകൾ ഇറങ്ങുന്നത്. ഇവിടെയാണ് മെയിൻ ബീച്ച് വരുന്ന ആളുകൾ ഇറങ്ങുന്നത്. സോ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാം. ഇതേപോലുള്ള ഈ സംഗതികൾ ഇവിടെ കുറേയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ. ആക്ച്വലി ഇത് ഫുൾ കോൺക്രീറ്റ് ആണ്. ഇത് മറ്റേ ഒറ്റത്തൂണൊക്കെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. അതായത് അതുണ്ടാവും അത്യാവശ്യമുണ്ട്. പക്ഷെ ഇത് ഒറിജിനൽ കല്ലാട്ടോ. ഇത് പക്ഷെ തൂണുകളൊന്നും ഒറിജിനൽ കരിങ്കല്ലല്ല, കോൺക്രീറ്റ് കൊണ്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം നമ്മളത് പാർക്കിൽ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇനി ഞങ്ങളുടെ പോവാം തമ്പാങ്കടവ് റൂട്ടില്ലേ. ഞാൻ പറഞ്ഞു കടലിന് പാരലായിട്ടുള്ള റോഡുണ്ട്. അപ്പോൾ ഈ റോഡ് നല്ല രസമാണ് അതിൻ്റെ ഒരു വ്യൂ കാണാനായിട്ട്. അപ്പോൾ ആ റൂട്ടിൽ നേരെ പോവാം. പിന്നെ തമ്പാങ്കടവ് ബീച്ചിൽ പോവാം. ബീച്ചാണോ? ആ ബീച്ചിനോട് ചേർന്നിട്ടുള്ള അറപ്പ സംഗതികളൊക്കെ ഉണ്ട്. കുഞ്ഞു കുഞ്ഞു അതിൻ്റെ ഉള്ള റൂമുകളുണ്ട്, വെറൈറ്റി റൂമുകൾ. പോലീസ് സ്റ്റേഷനോ? വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനാണോ ഇത്? അല്ല ഇവിടെ എന്ത് ബോർഡ് വെച്ചേക്കണ? പോലീസുകാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പ് ആയിരുന്നു. ഇതിന്റെ ചോപ്പാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ മഞ്ഞമ ഉണ്ടോ, ഓറഞ്ച് കളറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ പേര് മാത്രമേ അറിയില്ല. അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ് കേട്ടോ. ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 8 മണി വരെയാണ് ഇവിടെ ടൈം ഇതിൻ്റെ പാർക്കിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് കേട്ടോ. അല്ലാത്ത സമയത്തൊക്കെ ഇങ്ങോട്ട് കയറാം. പക്ഷെ എന്നാലും സമയമുണ്ട് കേട്ടോ. ഇവിടേക്ക് കിടക്കാനായിട്ട് സമയമല്ലേ ഇവിടെ ഇരിക്കാനായിട്ട്. അത് ചാരി ഇടുകയൊക്കെ ചെയ്യും അവർ. അപ്പം വള്ളി വെച്ചിട്ട് കിട്ടുകയൊക്കെ ചെയ്യും. അവിടെ ടൈമിംഗ് ഇല്ല. മറ്റേ ബീച്ച് ഭാഗത്തേക്ക് കടലിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തേക്ക് ഇറങ്ങാനായിട്ടൊന്നും സമയമില്ല. അപ്പോൾ ഇതൊക്കെയാണ് സ്നേഹതീരം പാർക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ കുഞ്ഞു കുഞ്ഞ് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ റിസോർട്ടുകളുണ്ട്. പണ്ടത്തെ തേങ്ങിലാവല്ലേ ഇത് മറ്റു ഉണ്ട സാധനം. പിന്നെ എന്താ ഉപ്പ് സോഡാന്ന് പറഞ്ഞിട്ട് ഉപ്പിലിട്ട മാങ്ങിയത്ര ചാറടച്ചിട്ടുള്ള പരിപാടി കേട്ടോ. ഈ തമിഴ്നാട്ടിലുണ്ട് ഇതുവരെ. അടിയാ ഇതെന്തത് മറ്റേ സാധനം അടിക്കാൻ വെളിച്ചെണ്ണ. ഞാൻ ബസ്സിലിരിക്കുമ്പോഴേ എനിക്കെന്തോ ഛർദ്ദിക്കാൻ പറഞ്ഞ ഫീൽ പോലെ എങ്ങനെയാണ് സോഡ കുടിക്കുന്നത് വെച്ചിരിക്കുന്നത്.